ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ടാറ്റയുടെ കൊച്ചി ഷോറൂമിലാണ്. ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടാറ്റ നഗറിൻ്റെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടികളൊക്കെ തന്നെ ഡാർക്ക് എഡീഷനായിട്ട് ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 4 വണ്ടികൾ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ 4 വണ്ടികൾ എന്ന് പറയുമ്പോൾ ഹാരിയർ അതിനകത്ത് ഉൾപ്പെടുത്തണ്ട. കാരണം ഹാരിയറിന് ഓൾറെഡി ഡാർക്ക് എഡീഷൻ ആയിരുന്നു. അതിന് കൂടെ നെക്സോൺ EV, ടാറ്റ നെക്സോൺ, ടാറ്റ ആൾട്രോസ്, ഈ 3 വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടാറ്റയുടെ ഈ വണ്ടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാമെന്ന് പറയാനുള്ള കാരണം മെക്കാനിക്കലായിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്ത, അതായത് കോസ്മെറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ കാര്യമായിട്ട് ഈ ഡാർക്ക് എഡിഷനുകൾ പറയാനുള്ളൂ. അതിൻ്റെ കൂടെ TPMS ആഡായി. അതുമാത്രമല്ല നമ്മുടെ ഒരു പഞ്ചർ കിറ്റ് ആക്സിഡൻ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കളറിനപ്പുറത്ത് കാര്യമായിട്ട് മാറ്റണമെന്നില്ലല്ലോ. എന്തായാലും ഒരു മോണ്ടാഷ് കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് വണ്ടികളൊന്ന് ചുറ്റി നടന്ന് കാണാം. ഈ ഡാർക്ക് എഡീഷൻ്റെ നെക്സോൺ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ ഇപ്പോൾ ക്രോമുകളുടെ കാര്യമായിട്ടുള്ള തള്ളിക്കയറ്റം ഒന്നും തന്നെ ഇല്ല. ലോഗോ മാറ്റി നിർത്തിയ ക്രോം ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാം. അതായത് ഇത് തന്നെയാണ് ഇപ്പോൾ ഹാരിയറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആൾട്രോസിൻ്റെ അവസ്ഥ. താഴെയായിട്ട് ആ ഒരു പ്ലേറ്റ്, അതായത് ഫേക്ക് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് അലുമിനിയം കളറിലാണ്. കൂടാതെ ആ ഒരു ഗ്രില്ലിൻ്റെ താഴെയുള്ള ആ ഒരു ലൈൻ കൂടി സിൽവറിലാണ് കാണാം. പുറത്ത് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു കളറ് കുറച്ചുകൂടി ഒരു തിളക്കം കുറച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഡാർക്ക് എന്നുള്ളൊരു ബാഡ്ജ് കാണാം. ഈ ബാഡ്ജ് നിങ്ങൾ മുന്നേ കണ്ടുണ്ടാവും, കാരണം ഹാരിയറിനകത്ത് ഈ ബാഡ്ജ് ഉണ്ട്. അലോയ് വീൽസ് കൂടി മാറിയിട്ടുണ്ട്. ഈ ഒരു അലോയ് വീൽസ് ഡിസൈൻ ഇപ്പോൾ ഡാർക്കിഷാണ്. കൂടാതെ ഈ ഒരു 5 സ്പോക്ക് അലോയ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നിലാണെങ്കിലും ആ ഒരു ലൈനിൻ്റെ കണ്ടിന്യൂറ്റി എന്നോണം ഈ ഒരു മെറ്റാലിക് ഗ്രേ ഉണ്ട്. കൂടാതെ ലൈറ്റുകളൊക്കെ തന്നെ ബ്ലാക്ക് ബോർഡറൊക്കെ കൊടുത്തിട്ടേ കുറച്ച് സട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് എഡിഷൻ കാണാൻ മനോഹരമാണ് എന്ന് പറയേണ്ടതുണ്ട്. അതിപ്പോൾ ഹാരിയർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു. നെക്സോണിൻ്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നെക്സോണിനകത്ത് ഈ ഒരു ഡാർക്കിൻ്റെ ഈ ഒരു ഡാർക്ക് തീം വേണം. അപ്പോൾ ഈ ഒരു ആരോസൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് എനിക്കറിയില്ല, കാരണം ഷോറൂമിനകത്താണ്. എന്നാലും ആ ആരോസൊക്കെ മനോഹരമാണ്. കൂടാതെ സീറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ കൂടി കാണിക്കേണ്ടതുണ്ട്. ഡാർക്ക് എന്നുള്ള ലോഗോ നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റും കാണാം. പിന്നിലെ ആ നെക്സോൺ എന്നുള്ള ബാഡ്ജ് കൂടി ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ഡാർക്കാണ്. ഇപ്പോൾ ഇനി ബൂട്ട് തുറന്നു കഴിയുമ്പോൾ ആ ഒരു പഞ്ചർ കിറ്റ് കാണിക്കണം. അതാണ് മെയിനായിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആ പഞ്ചർ കിറ്റ് എന്ന് പറയുന്നത് ഇതാണ്.
ഈ ഒരു ലിക്വിഡ് ഈ ഒരു മോട്ടർ കൂടെ ടയറിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുക ചെയ്യാം. ഇത് നമ്മൾ മറ്റൊരു വണ്ടി കണ്ടിട്ട് ആ വണ്ടിയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടാൽ മതി. ഈ ഡാർക്ക് എഡിഷൻ ഹാരിയറിൻ്റെ കളറിൽ ചെറിയ മാറ്റമുണ്ട്. ഈ ലോഗോ നമ്മൾ മുന്നേ ഹാരിയറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്. കൂടാതെ വലിയ ടയറുകളാണ്, 18 ടയറുകളാണ്. ഈ ടയറുകളും അല്ലെങ്കിൽ ഈ ഒരു അലോയ് വീൽ ഡിസൈനൊക്കെ കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഗാംഭീര്യം ഈ ഒരു ഹാരിയറിന് കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ഇനി അകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ മറ്റൊരു വണ്ടിയുടെ അകത്ത് കയറാതെ ഈ ഒരു ഹാരിയറിനകത്ത് കയറാനുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ മീറ്റർ കൺസോൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മീറ്റർ കൺസോളിൻ്റെ ഈ ഫ്യൂവൽ ഗേജ് കണ്ടില്ലേ, ഈ ഫ്യൂവൽ ഗേജ് ഫ്യൂവൽ കൂടുന്നതിനനുസരിച്ച് കയറി മുകളിലേക്ക് വരും. ഫുള്ളാകുമ്പോൾ ആ ഒരു ഗ്രാഫ് അവിടെ ഫുള്ളായിട്ടുണ്ടാകും. ഗ്രാഫ് എന്നല്ല, ഒരു ഗ്രേഡിയൻ്റ് എന്നേ പറയുള്ളൂ. കൂടാതെ ഗിയർ ഇൻഡിക്കേറ്ററും എഞ്ചിൻ മോഡ്സും കാണാം. ഇനി ആ സ്പീഡോമീറ്റർ വലുതായിട്ടുണ്ട്. വലിയൊരു ഫ്ലോട്ടിംഗ് സ്ക്രീൻ കൂടി ഹാരിയറിലുണ്ട്. അപ്പോൾ ഹാരിയറിലല്ല, എല്ലാ വണ്ടിക്കകത്തുണ്ട്. പിന്നെ ഡാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ലോഗോ ഈ ഒരു ഹാരിയറിൻ്റെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിലും കാണാം. കൂടാതെ ഈ ബ്ലൂ ലൈനിങ്, ഇത്രയും ക്ലോസപ്പ് കാണിക്കാനുള്ള കാര്യം ഈ ബ്ലൂ ലൈനിങ് എന്ന് പറയുന്നത് മനോഹരമാണ്. ക്രോമിൻ്റെ അതിപ്രസരം തീരെ ഇല്ലാത്ത ഒരു ബോഡിയാണ് ഹാരിയറിനും കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ലോഗോ വരെ ഡാർക്കാണ്. ഈ ഒരു ഡാർക്ക് എഡിഷനുകളിൽ ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് ആൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഗ്രില്ലിന് താഴെ കൊടുത്തുള്ള ഈ ഒരു ഗോൾഡൻ ലൈനിങ്, ഗോൾഡൻ സ്റ്റാൻഡേർഡിനെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇനി ഡാർക്ക് എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഉണ്ടോ, ഈ ഹാഷ്ടാഗ് ഡാർക്ക് എന്നുള്ളത് നമുക്ക് ആൾട്രോസിൻ്റെ വശങ്ങളിലും കാണാം. ബ്ലാക്ക് തന്നെയാണ് അലോയ് വീൽ ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. പിന്നെ വശങ്ങളിലൊക്കെ തന്നെ ആ ഒരു ഡാർക്ക് എഡിഷൻ്റെ ആയിട്ടുള്ള മനോഹാരിത ഉണ്ടെന്ന് കാണാം. അതായത് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ബാർ പോകുന്നുണ്ടല്ലോ, അത് ഈ ഡാർക്കിൽ അലിഞ്ഞ് തന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തോന്നിക്കുന്നുണ്ട്. മറ്റുള്ള വണ്ടികളിൽ അതൊരു എച്ച് കട്ടിൽ പോലെ തോന്നിക്കുമായിരുന്നു ചിലപ്പോഴെങ്കിലും, പക്ഷേ ഇതിനകത്ത് അത് തികച്ചും സൂട്ടബിൾ ആണെന്ന് തോന്നി. ഈ ടെയിൽ ലാമ്പുകളുടെ ആ ഒരു ഡിസൈൻ മനോഹരമാണ്. സ്മോക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ശരിക്കും നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. കൂടാതെ ആൾട്രോസിൻ്റെ ആ ഒരു ലോഗോ കൂടി ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഐ ടർബോയുടെ ഈ ഒരു ഐ, കൂടാതെ ഈ ഒരു ടർബോ, ഈ ഒരു മെറ്റാലിക് ബാഡ്ജ് ഒഴിച്ചാൽ കാര്യമായിട്ട് ബാഡ്ജൊന്നുമില്ല. അപ്പോൾ ക്രോം എന്ന് പറയുന്നത് ഈ ടർബോയിലും ഈ ടാറ്റയുടെ ലോഗോയിലും കൂടാതെ ആ ഒരു ഗോൾഡൻ ബാറിലും ഒതുങ്ങുന്നു. ഇനി സ്പോയിലറിന് ഇരുവശത്തും കൊടുത്തുള്ള ഈ ഒരു സംഗതി മനോഹരമാണ്. അത് ഈ വണ്ടി എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. ആൾട്രോസിനും പഞ്ചർ കിറ്റ് ഉണ്ട്. ആ പഞ്ചർ കിറ്റ് അടക്കി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു വെൽക്രോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സംഗതി തന്നെയാണത്. നെക്സോൺ EVയുടെ ഏറ്റവും മനോഹരമായ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറാണെന്ന് തോന്നി. അതായത് ഇവിടെയുള്ള ഈ ഒരു ബാറൊക്കെ തന്നെ തികച്ചും മനോഹരമാണ്. അതായത് ഈ ഒരു കളറിൻ്റെ കൊണ്ട് ചേരുമ്പോൾ. പക്ഷേ അകത്ത് കൊടുത്തുള്ള ഈ വയർ കണ്ടോ, ആ ഒരു ഓറഞ്ച് വയർ, അതും കൂടി ഡാർക്ക് ആക്കിയിരുന്നെങ്കിൽ തോന്നി. കാരണം അത് എടുത്ത് കാണിക്കുന്നുണ്ട് പുറത്തേക്ക്. അലോയ് വീൽ ഡിസൈൻ കാണാം. കൂടാതെ ആ ഒരു ആരോട് സാമ്യമുള്ള ഈ ഡിസൈനിലുള്ളൊരു ക്ലാഡിങ് കൂടി കാണാം. ഈ ബ്ലാക്കിൻ്റെ കൂടെ ഈ ബ്ലൂ തികച്ചും ചേരുന്നുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. ഇനി ഡാർക്ക് എന്നുള്ള ഒരു ബാഡ്ജ് ഇവിടെ നെക്സോൺ EVയിലും കാണാം. ഈ ഇൻസെർട്ടുകളൊക്കെ തന്നെ EVയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി. ആ ഒരു ഇൻസെർട്ടുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് എഡിഷനിലും കാണാം. ഈ ആരോസും മനോഹരമാണെന്ന് കാണുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് ടയർ പഞ്ചർ കിറ്റ് ഉണ്ട്. കൂടാതെ TPMS കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ TPMS കൂടി കാണാം. ഇതാണ് ടാറ്റ നെക്സോണിൻ്റെ ആ ഒരു TPMS എന്ന് പറയുന്നത്. ഇപ്പോൾ 3132 ആ ഒരു PSI കാണാം. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഡാർക്ക് എഡിഷൻ വണ്ടികളൊക്കെ തന്നെ ഹെഡ് ലൈനർ മനോഹരമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഡാർക്ക് എഡിഷൻ വണ്ടികൾ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ EVക്കാതിരിക്കുന്നത്. EVയുടെ ഏറ്റവും മനോഹരമായ കളർ ഡാർക്ക് എഡിഷൻ ആണെന്ന് പറഞ്ഞു. കറുപ്പിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. ആ ഒരു ഇഷ്ടം മുതലാക്കുക എന്ന് തന്നെ ആയിരിക്കണം ടാറ്റയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഡാർക്ക് എഡിഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ വണ്ടിയും തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഡാർക്ക് എഡിഷൻ്റെ ആ ഒരു EV ഞാൻ വീഡിയോ ചെയ്ത് ഉദ്ദേശിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും പുതുതായിട്ട് വന്ന അപ്ഡേറ്റ്സും ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്ത് നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം, നമ്മൾ എന്തിനാണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് നന്ദി, നമസ്കാരം.